കോമാളിത്തരം തന്നെ പറയാം. പോയില്ലെങ്കിലും പ്രശസ്തിക്കൊരു പ്രശ്നമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈറലാകാൻ പറ്റും. ഇത്രേ ഉള്ളൂ. ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ പോകണ്ടിരിക്കും. അതെൻ്റെ ഇഷ്ടം. എന്നാലും പോകണമെന്ന് ആഗ്രഹം. പോയില്ലെങ്കിലും പ്രശസ്തിക്കൊരു പ്രശ്നമില്ല. വൈറൽ സ്ട്രാറ്റജി എപ്പോഴും കൂടെ ഉണ്ടാവും. കാരണം റോട്ടിലൂടെ ഒരു ബസ് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും കുറേ പേര് ഒളിഞ്ഞിട്ടൊക്കെ നോക്കുന്നുണ്ട് ആളുകൾ. ബിഗ് ബോസ് ഒരു കോമാളിത്തരം എന്ന് തന്നെ പറയാം അതിനെ. എന്ന് പറഞ്ഞാൽ അവിടെ പങ്കെടുക്കുന്ന എല്ലാവരും സിനിമയിൽ കയറുന്നില്ല. 1-2 നായകന്മാരോ അല്ലെങ്കിൽ ആണുങ്ങളാരും തന്നെ കയറുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അട്രാക്ഷൻ കിട്ടുന്നൊരു വേദിയാണെന്ന് മാത്രം പറയാം. സിനിമയിലേക്ക് ഒരു അഭിനയിച്ചാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. മോശം അഭിപ്രായമാണെങ്കിൽ എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത്? മോശം അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈറലാകാൻ പറ്റും. ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് ഒരു അഭിനയം എന്ന് പറയാൻ പറ്റില്ലല്ലോ ബിഗ് ബോസിൽ. അതിന് കാണിക്കുന്നത് ശരിയല്ല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രേമങ്ങളും കാര്യങ്ങളും ലൈവായിട്ട് കാണുന്നതല്ലേ പ്രേക്ഷകർ. അപ്പം അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അതൊക്കെ പതുക്കെ അവോയ്ഡ് ചെയ്യണം ബിഗ് ബോസ്. സെലക്ഷൻ കിട്ടിയാൽ പോകും. കാരണം ഇത്രയും വൈറലായതുകൊണ്ട് ചിലപ്പോൾ വിളിച്ചാൽ പോകും. പക്ഷെ പോയാലും പോയില്ലെങ്കിലും ഓരോ വൈറൽ സ്ട്രാറ്റജിക്ക് പ്രശ്നം വരില്ല. പോയില്ലെങ്കിലും വീട്ടുകാരുടെയൊക്കെ ബന്ധുക്കളുടെയൊക്കെ ഒരു നോട്ടം കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കും കാര്യങ്ങൾ. കാരണം എപ്പോഴും റിവ്യൂസ് വരുന്നുണ്ട്, ഓരോ ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ട്. ഇപ്പോൾ റിവ്യൂസ് ഇല്ലെങ്കിലും കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ റിലീസാകാനുണ്ട്. ബ്ലഡി നൈറ്റും നേരും റിലീസാകാനുണ്ട്.